സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. ശിഷ്യനോട്, ഇതാ നിൻ്റെ അമ്മ. അന്ത്യത്താഴ് സമയത്ത് കർത്താവ് പറഞ്ഞ പോലെ താൻ ബന്ധസ്ഥനാക്കപ്പെട്ടപ്പോൾ ശിഷ്യന്മാരെല്ലാം ഇടറിപ്പോയി. വിസ്താരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ നിന്ന് ചിലർ യേശുവിനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അടുത്താരും ഉണ്ടായിരുന്നില്ല. ക്രൂശിൽ തറച്ച ശേഷം ചിലർ യേശുവിൻ്റെ അടുക്കലുണ്ടായിരുന്നു. 4 സ്ത്രീകളുടെയും യോഹന്നാൻ്റെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട്. അവരുടെ സാന്നിധ്യം കർത്താവിനെ ആശ്വാസപ്രദമായിരുന്നു, അത് സംശയമില്ല. യേശു തലയുയർത്തി നോക്കിയപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതായി കാണുന്നു. യേശു കുഞ്ഞിനെയും കൊണ്ട് യെരുശലേം ദേവാലയത്തിൽ മറിയ പ്രവേശിച്ചപ്പോൾ വൃദ്ധനായ ശീമോൻ പ്രവചിച്ചു പറഞ്ഞത്, നിൻ്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കുമെന്നാണ്. ആ വാക്കുകൾ യഥാർത്ഥമായിരിക്കുകയാണ് ശീമോൻ പറഞ്ഞത്. ഇത്രയും ഗൗരവമേറിയ മറിയ മനസ്സിലാക്കി കാണുകയില്ല. ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കുമെന്ന് മാത്രമല്ല, എല്ലാ വശത്തു നിന്നും കുത്തുകൊള്ളുന്ന അനുഭവം കൂടിയാണ് ഉണ്ടായിരുന്നിരിക്കുന്നത്. തൻ്റെ മകൻ ഇതുപോലുള്ള പ്രയാസത്തിൽ ജീവിതത്തിൽ മരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കാൻ ഒരമ്മയ്ക്കും സാധ്യമല്ലല്ലോ. മറിയയുടെ സ്വപ്നങ്ങൾക്കെല്ലാം തകർന്നിരിക്കുകയാണ്. യേശുവിൻ്റെ ജനനത്തിനു മുമ്പ് മാലാഖ പറഞ്ഞ വാക്കുകളും മറ്റും ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം ഭരിക്കുന്ന കാലം മറിയ സ്വപ്നം കണ്ടിരുന്നു. ആ സിംഹാസനം ഇന്നെവിടെ? സ്ത്രീകൾ ഭാഗ്യവതിയെന്ന് മറിയ ഒരിക്കൽ വിശ്വസിച്ചിരുന്നു. ഇന്ന് ക്രിമിനൽ കുറ്റത്തിന് വിധിക്കപ്പെട്ട ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കുറ്റവാളിയുടെ അമ്മ. അമ്മയെ കാണുമ്പോൾ യേശു വികാരഭരിതനാവുകയാണ്. സർവ്വലോകത്തിനു വേണ്ടിയാണ് യേശു ഈ നിലയിലായിരിക്കുന്നത്. ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയാണ് പിതാവിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് യേശുവിൻ്റെ ശ്രദ്ധ സ്വാഭാവികമായും സർവ്വലൗകികമാണ്. അതേസമയത്ത് തൻ്റെ ചെറിയ കടപ്പാടുകളെ യേശു മറക്കാറുന്നില്ല. അമ്മയെ കണ്ട അവസരത്തിൽ അവരോടുള്ള കടപ്പാടാണ് യേശു മനസ്സിൽ പൊന്തി വന്നത്, അല്ലെങ്കിൽ ഉയർന്നു വന്നിരുന്നത്. സുശേഷന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വിധത്തിലുള്ള കഷ്ടപ്പാടുകളെപ്പറ്റി ചിന്തിക്കേണ്ടില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഈ ചിന്താഗതിക്ക് ഉപോത്പലമായി യേശുവിൻ്റെ വാക്കുകൾ തന്നെ ഉദ്ധരിക്കുകയും ചെയ്യും. ഭാര്യയും മക്കളെയും അമ്മയും അപ്പനെയും എല്ലാം ഉപേക്ഷിക്കാത്തവന് കർത്താവിന് ശിഷ്യനായിരിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചിന്താഗതി തെറ്റാനുള്ളതായിട്ടുള്ള സംശയമില്ല. ഇന്നത്തെ പാശ്ചാത്യ സമൂഹത്തിൽ കുടുംബബന്ധങ്ങൾ വിശദമായിട്ടുണ്ട്. വ്യക്തിപരമായി പരിഗണിക്കാൻ മുൻഗണന. ഇത് സമുദായത്തിൻ്റെ ഐക്യദാർഢ്യത്തെ തകർത്തിട്ടുണ്ട്. കുടുംബങ്ങളെ സംബന്ധിച്ച് യേശുവിൻ്റെ കരുതൽ എല്ലാ മാർഗങ്ങൾക്കും ദൃശ്യമാണ്. വലിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അടുത്തുള്ള പ്രധാനമായ ചെറിയ കാര്യങ്ങൾ അവഗണിക്കാറുണ്ട്. കർത്താവ് പുരുഷാരത്തോട് ഇടപെടുമ്പോൾ തന്നെ ഓരോ വ്യക്തിയും ഇടപെടുന്നു. 99 ആടിനെ വിട്ട് നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിച്ചു പോകുന്ന ആട്ടിടയനാണ് തന്നെ സാമ്യപ്പെടുത്തുന്നു. സർവ്വലോകത്തെയും സംബന്ധിച്ച് ഭാരപ്പെടുന്നതിനോടൊപ്പം കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയ്ക്ക് വേണ്ടിയും യേശു കരുതുന്നു. സാധാരണ സംഭവിക്കാവുന്ന മറ്റൊരു അപകടമാണ് ഈ ലോകബന്ധങ്ങൾ അവഗണിക്കത്തക്ക വിധത്തിൽ അടുത്ത ലോകത്തെപ്പറ്റി ചിന്തിക്കുന്ന തെറ്റില്ല, അത്യാവശ്യമാണ്. ആത്മാവിനെ പറ്റിയുള്ള ചിന്തയിൽ ഇന്നത്തെ കഷ്ടപ്പാടുകളും ബന്ധങ്ങളും അവഗണിച്ചാൽ അത് ക്രിസ്തീയമായിരിക്കില്ല. കുരിശിൽ കടന്നുകൊണ്ട് യേശു അമ്മയെ കാണുമ്പോൾ അവിടെ ശാരീരിക, മാനസികം, ആത്മീയമായ ആവശ്യങ്ങളാണ് യേശു കാണുന്നത്. ഈ ആവശ്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അമ്മയുടെ സംരക്ഷണം യോഹന്നാനെ ഏൽപ്പിക്കുന്നത്. ഈ ലോകത്തെ അവഗണിച്ച് അടുത്ത ലോകത്തെപ്പറ്റി ചിന്തിക്കാനുള്ള പ്രവണത ക്രൈസ്തവ സഭയുടെ ആദ്യകാല ചരിത്രത്തിലുണ്ടായിരുന്നില്ല. 10 നൂറ്റാണ്ടുകൾ വളർന്നു വന്നിട്ടുള്ള പ്രവണതയാണ്. ഈ പ്രവണതയിൽ നിന്ന് സഭയുടെ ദൈവശാസ്ത്രവും മോചനം പ്രാപിച്ചാലേ സഭ അതിൻ്റെ ദൗത്യ നിർവഹണത്തിൽ ഇന്നും വിജയിക്കുകയുള്ളൂ. മൊഴി നമ്മൾ വളരെ ആഴത്തിൽ പഠിക്കുമ്പോൾ ഒരു ചോദ്യം സ്വഭാവം പലരുടെ മനസ്സിൽ ഉയർന്നു വരാം. യേശുവിന് സ്വന്തം സഹോദരന്മാരുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അമ്മയുടെ സംരക്ഷണം ശിഷ്യന്മാരെ ഏൽപ്പിച്ചത്? യേശുവിൻ്റെ അമ്മ നിത്യകന്യകയായിരുന്നെന്ന് വിശ്വസിക്കുന്ന അനേകർ റോമ കത്തോലിക്ക സഭയിലുണ്ട്. റോമൻ കത്തോലിക്ക സഭയുടെ വിശ്വാസം ഇതാണ്. ഈ അഭിപ്രായം അനുസരിച്ച് സഹോദരന്മാരെന്ന് പറയുന്ന അടുത്ത ചാർച്ചക്കാരോ ഉപദേശക്കാരായിരിക്കാം. ഈ അഭിപ്രായത്തിൻ്റെ നിജസ്ഥിതി എന്തായിരുന്നാലും ഒരു കാര്യം വാസ്തവമാണ്. യേശുവിൻ്റെ സഹോദരന്മാർ എന്ന് വിചാരിക്കുന്നവർ യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല. യേശുവിന് നല്ല സുബോധമില്ല എന്ന് വിചാരിച്ചു കൂട്ടിക്കൊണ്ടുവരുവാനായി സഹോദരന്മാരെ യേശുവിൻ്റെ അടുക്കൽ ഒരിക്കൽ വന്നതാണ്. അങ്ങനെയുള്ള സഹോദരന്മാരെ അമ്മയുടെ സംരക്ഷണം ഏൽപ്പിക്കുന്നതിൽ യേശുവിന് താല്പര്യമില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന വേദപണ്ഡിതന്മാരുണ്ട്. സഹോദരന്മാർ യേശുവിനെ പിന്നീട് മനസ്സിലാക്കിയും അവൾ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. യേശുവിൻ്റെ സഹോദരനായ യാക്കോബ് യെരുശലേം സഭയുടെ അധ്യക്ഷനായി തീർന്നത് നാം വായിക്കുന്നു. യോഹന്നാൻ യേശുവിൻ്റെ അടുത്ത ചാർച്ചക്കാരനും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യേശു വളരെ സ്നേഹിച്ചിരുന്ന ആളുമൻ. അതുകൊണ്ടാണ് അമ്മയുടെ സംരക്ഷണ ചുമതല യേശുവിനെ ഏൽപ്പിച്ചത്. സ്വാഭാവികമാണ്.